കല്യാണത്തിന് പോയില്ലേ? വിളിച്ചില്ല. വിളിക്കാതെ ചെന്ന തല്ലെന്നും പറഞ്ഞു. അയ്യോ, എന്നാ ഞാൻ പോയി സദ്യ കഴിച്ചിട്ട് വരാം. ഹണി റോസിന്റെ ചെകിട്ടത്ത് കിട്ടിയ ഒരു അടി പോലെയാണ് എനിക്ക് ഈ ഒരു തീരുമാനം തോന്നിയത്. ജയിലിൽ കിടന്നതിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി മുഴുവനായിട്ട് ഹണി റോസിന്റെ നേരെയാണ് പോകുന്നത്. ഇത് നോക്ക്, നീ എന്തോന്നാ കടന്ന് കാണിക്കാന്ന് നോക്ക്. ഒരു പരാതി കൂടി രാഹുൽ ഈശ്വറിനെതിരെ വരികയാണ്. ചാനൽ ചർച്ചകളിൽ ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ മോശം പരാമർശം നടത്തി എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ എല്ലാം തിരുത്തലുകൾക്ക് തന്നെ വിധേയാക്കുവാൻ ശ്രമിച്ചാലും അതിനെ അംഗീകരിക്കുവാൻ ഒരിക്കലും ഹണി റോസ് തയ്യാറാകും. ഇപ്പോഴത്തെ കാലം അതാ. അത്യാവശ്യം ചുറ്റുപാടുണ്ടെങ്കിലും കുടുംബത്തിന് തലവേദനയായിട്ട് കുറെ എണ്ണങ്ങളുണ്ടെന്നേ. ഇവനൊക്കെ മുക്കാലിൽ കെട്ടി ചാട്ടവാറിനടിച്ച് നാട് കടത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹണി റോസ് സ്വയം കുഴിച്ച കുഴിയിലേക്ക് വീണ് ഇല്ലാതെയാകുവാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മനഃപൂർവ്വം കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് കുറ്റബോധം ഇല്ലാത്തത് കൊണ്ട് ചിരിച്ചു പോയി ചിരിച്ചു തന്നെ വന്നു. അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള കുഴപ്പവും ഉണ്ടായില്ല. കുറച്ചു ദിവസം ജയിലിൽ കിടന്നു എന്നൊഴിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള പബ്ലിസിറ്റി കിട്ടിയിരിക്കുന്നത് മുഴുവൻ ഹണി റോസ്. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കുക?